ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വിശേഷം ഒന്ന് കേട്ടാലോ. നമ്മൾ ഇന്നലെ ഒരു പ്രൊമോ വീഡിയോ ഇട്ടായിരുന്നു, ഇന്നത്തെ എൻ്റെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ വീഡിയോ. അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഒരു ഫുൾ വിശേഷം കിട്ടിയപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനുശങ്കറും ശിവശങ്കരനും കൂടെ നമ്മുടെ മറ്റേ ഹരിയെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ കമല കാത്തു നിൽക്കുകയാണ്, എന്താണ് ഹരി എന്തു പറഞ്ഞു, രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും പഴുതുണ്ടോ, അവനുമായിട്ട് നിങ്ങൾ സംസാരിച്ചോ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നമ്മുടെ കമല ചോദിക്കുകയാണ്. ഒരു അമ്മയുടെ ക്യൂരിയോസിറ്റിയാണത്. അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, കണ്ടു കമലെ, വിശേഷങ്ങളൊക്കെ മനു പറയും, എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ പോയി കിടക്കുകയാണ്. അപ്പം മനുവിനോട് കമല ചോദിക്കുകയാണ്, എന്താടാ പറയുക എന്ന് പറയും. അപ്പോൾ മനു പറയുന്നുണ്ട്, കണ്ടു അമ്മ, അവന് ക്ഷീണമൊക്കെ ഉണ്ട്, പിന്നെ അവൻ്റെ കൂടെയുള്ള 2 പേര് എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങും മിക്കവാറും. പക്ഷേ ഹരിയുടെ കാര്യത്തിൽ എന്താണ് അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. അപ്പം നീ ആ കുട്ടിയുടെ കേസ് ചോദിച്ചില്ലേ, അവൻ ആ 2 കൊല്ലം മുന്നേക്ക് ആ കുട്ടി അങ്ങനെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തു എന്നോ മറ്റും നീ ചോദിച്ചു എന്ന് കമല നമ്മുടെ മനുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ മനു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അവൻ പറയുന്നത് അവൻ അങ്ങനെയൊന്നും പോയി ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ ആ കുട്ടി മൊഴി കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് കോടതിയിൽ അവന് ജാമ്യം എന്തെങ്കിലും കിട്ടണമെങ്കിൽ തന്നെയും ശരണ്യ എന്ന് പറയുന്ന കുട്ടി എന്താണോ കോടതിയിൽ മൊഴി കൊടുക്കുന്നത് അതനുസരിച്ച് എന്തായാലും കാര്യങ്ങൾ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കമലയായിട്ട് പിന്നെ മനു അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അലീന വഴി ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ച്, കാരണം ശരണ്യയുടെ അടുത്ത് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ മാത്രമേ ഹരിക്ക് എന്തെങ്കിലും ഒരിത് വരൂ. പക്ഷേ അത് അലീന വഴി മാത്രമേ ശരണ്യയായിട്ട് സംസാരിക്കാനും പറ്റുള്ളൂ. പക്ഷേ അത് ആർക്കും വയ്യ, മനുവും സംസാരിക്കില്ല, ശിവശങ്കരനും. കാരണം എന്ന് വെച്ചാൽ അലീന പറഞ്ഞാൽ തന്നെയും ഈ ഒരു കാര്യം റിജക്റ്റ് ചെയ്ത് കളയും. ബാലചന്ദ്രൻ പറഞ്ഞിരുന്നാൽ കൂടിയും ഹരിക്ക് വേണ്ടി ശരണ്യയുടെ അടുത്ത് അലീനെ റിക്വസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൂടിയും അത് അലീന കേൾക്കത്തില്ല. കാരണം വെച്ചാൽ ഹരിയുടെ ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവവും അലീനയ്ക്ക് നന്നായിട്ടറിയാം. തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ശിക്ഷ എന്തായാലും ഹരിക്ക് കിട്ടും എന്നുള്ളത് തന്നെ മനു പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഒരു ഇളവ് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കമലയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ, സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ടിയിട്ട് പോലും ഒരു കാര്യം ചെയ്യാൻ നിന്നെ കൊണ്ടൊന്നും സാധിക്കുന്നില്ലേ, ഒരാൾക്ക് തലവേദന ഒരാൾക്ക് പറ്റത്തുമില്ല, വേലക്കാരിയുടെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല പോലും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമല കിടന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എത്ര പറഞ്ഞാലും കമലയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടും നമ്മുടെ മനു പറയുന്നുണ്ട്, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്ന, അമ്മയ്ക്കറിയാം ആ മനുഷ്യൻ, അതായത് ശിവശങ്കരൻ ആരുടെയൊക്കെ മുന്നിൽ പോയി കാല് പിടിച്ചെന്ന് അമ്മയ്ക്കറിയാവോ, അമ്മ ഇവിടെ ഇരുന്നല്ലേ അമ്മ ചെയ്യുന്നുള്ളൂ, അമ്മയ്ക്ക് ഇതൊക്കെ സംസാരിച്ചാൽ മതി, ഓരോരുത്തരെ പോയി കാണാനും അവർക്ക് വേണ്ടുന്ന ചെയ്തും കൊടുത്തും. എന്നിട്ട് കൂടി ഹരിയുടെ കാര്യത്തിൽ ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. അത് അമ്മ ആദ്യം മനസ്സിലാക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഹരിയുടെ സ്വഭാവവും ഹരി ചെയ്ത തെറ്റിൻ്റെ ആഴം അത്രത്തോളം ഉള്ളതുകൊണ്ടാണ്. അതമ്മ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മനു പറയുകയാണ്. ഇനിയിപ്പോൾ അഥവാ അവന് ജാമ്യം കിട്ടി വന്നിരുന്നാൽ തന്നെയും അവൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ, ഒന്നുമില്ല. അതുകൊണ്ട് അമ്മ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കുക, അതിനോടൊപ്പം ചിലപ്പോൾ അമ്മയുടെ സ്വഭാവം കൂടെ മാറിയാലോ. ഇതും കൂടെ കേട്ടപ്പോൾ കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. കാരണം സ്വന്തം കൂടപ്പുറപ്പിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ മനു തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ഇതാണ് കമലയ്ക്ക് അത്രത്തോളം ദേഷ്യം വന്നത്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൗദാമിനി അമ്മ നമ്മുടെ മനുവിനെ റൂമിൽ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മനുവിൻ്റെ മൊബൈലിലോട്ട് വിളിക്കേണ്ടത്, നീ ഒന്ന് റൂമിലോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനെന്ന് പറയും. അങ്ങനെ മനു മേളിൽ നിന്ന് താഴെ സൗദാമിനി അമ്മയുടെ റൂമിൽ വരികയാണ്. എൻ്റെ ഹരിയെ ജയിലിൽ പോയി കണ്ടോ നിങ്ങൾ, നീയും നിൻ്റെ അച്ഛനും കൂടെ പോയിട്ട് എന്താണ്, എൻ്റെ അടുത്ത് ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്നതുപോലെയാണ്, അവൻ അങ്ങനെയൊന്നും ആ പെൺകുട്ടീനെ 2 കൊല്ലം മുന്നേ ഒന്നും കൊണ്ടുപോയി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ആ കുട്ടി കോടതിയിൽ എന്താണോ മുത്തശ്ശി പറയുന്നത് അതനുസരിച്ചായിരിക്കും ഹരിയുടെ ജാമ്യത്തിൻ്റെ കേസെന്ന് ഇങ്ങനെ മനു പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൗദാമിനി
സൗദാമിനി അമ്മ ചോദിച്ചു, എടാ കമല നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ടല്ലോ. അപ്പം മനു ചോദിച്ചു, അതെന്തേ? എൻ്റെ അടുത്ത് ശിവശങ്കരനാണ് പറഞ്ഞത്, നീയും കൊണ്ട് അലീനെ കല്യാണം കഴിക്കാൻ പോകണമെന്നോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, ഉള്ളതാണോടാ മോനെന്ന് ചോദിച്ചു. അപ്പോൾ മനു ചോദിച്ചു, അല്ല ഞാൻ അങ്ങനെ അഥവാ അലീനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെയും സൗദാമിനി മുത്തശ്ശിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. എടാ മോനെ, അലീന നല്ല കുട്ടി തന്നെയാണ്, എനിക്ക് അവളെക്കുറിച്ച് പറയാനായിട്ട് അങ്ങനെ മോശമൊന്നുമില്ല, നല്ല സ്വഭാവമുള്ള നല്ലൊരു കുട്ടി തന്നെയാണ്. പക്ഷേ കുടുംബമൊക്കെ ചികഞ്ഞെടുക്കുമ്പോൾ മോനെ, ഏതോ ഒരു പെണ്ണിനെ പിഴച്ചുണ്ടായ ഒരു കുട്ടി, നമുക്ക് ബാലചന്ദ്രൻ്റെ മോളെന്നും പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു വേലക്കാരി എന്നുള്ളൊരു ഇതിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ? അതാണ് മുത്തശ്ശി പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ മനു പറഞ്ഞു, അല്ല കുടുംബത്തെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഞാൻ മുത്തശ്ശിയുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. മുത്തശ്ശിയുടെ മോള് ഇതുപോലെ പിഴച്ചൊരു കുട്ടിയെ പ്രസവിച്ചു, ആ കുട്ടിയായിരുന്നു അലീനയെങ്കിൽ മുത്തശ്ശിയുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചു. ആ സൗദാമിനി അങ്ങോട്ട് മുത്തശ്ശി അങ്ങ് ഷോക്കായി പോവാണ്. കാരണം മനുവിൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, എന്നിട്ട് മനു ചോദിച്ചു, അല്ല അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പിഴച്ച് പറ്റിയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. സൗദാമിനിയമ്മ വാ അടച്ച് പൂട്ടി കണക്കായിപ്പോയി. എന്നിട്ട് മനു പറഞ്ഞു, 10-22 വർഷത്തോളം എൻ്റെ അച്ഛൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ബാലചന്ദ്രൻ അങ്കിളിനോട് ചെയ്ത ആ ഒരു ക്രൂരത, അത് എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ അനുഭവിച്ച നാണക്കേട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും അത്രത്തോളം വരുമോ മുത്തശ്ശി അലീനയുടെ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ കോലിട്ട് അളക്കുമ്പോഴെന്ന് മനു ചോദിക്കാൻ കേട്ടോ. ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ മനു വാ അടച്ച് പൂട്ടി കണക്കായിപ്പോയി. എന്നിട്ട് മനു പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ മാത്രം അറിഞ്ഞ കാര്യങ്ങളാണ്, ഇനി അത് മറ്റുള്ളവരിലും കൂടെ അറിയിക്കാണ്ട് നോക്കാമെന്ന് പറയും കേട്ടോ മനു. എന്നിട്ട് മനു മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ അലീനയുടെ കാര്യം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ഞാനിപ്പോൾ ഓടിപ്പോയി അലീനയെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഉള്ളിലിരിപ്പും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് മനു കയറി പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന രംഗമെന്ന് പറയുന്നത് നമ്മുടെ ഗംഗാധരൻ ഒരു തിരുവനന്തപുരം യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കടപ്പാട്ട് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനു വെളിയിൽ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഗംഗാധരൻ വന്നു. ആ വന്ന വണ്ടി, കാറ്, ടാക്സി തിരിച്ച് വിട്ടിട്ട് അകത്തോട്ട് വരികയാണ്. അങ്ങനെ അവർ മൂന്നൂര് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ആ സമയത്ത് ഗംഗാധരൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഖയുടെ യാത്രയൊക്കെ പോയിട്ട് വന്നു. എന്നിട്ട് നമ്മുടെ ഹരിയുടെ കാര്യം എന്തായെന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലയാണെങ്കിൽ കുറേ കുറ്റവും ഇതും പറയണം. കാരണം എനിക്കിവിടെ എൻ്റെ ഒരു മോനും ഒരു കെട്ടിയവനും, എൻ്റെ മോനെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്തോ? അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, നീ അങ്ങനെ പറയല്ലേ കമലേ, ശിവശങ്കരൻ ഇനി കാണാത്ത ആൾക്കാരാരെങ്കിലും ഉണ്ടോ? അതിനു വേണ്ടി എന്തെല്ലാം ശ്രമിച്ചു. നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ ഹരിയുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ ഹരിക്ക് ജാമ്യം കിട്ടാത്തതെന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കമല വേറൊരു കേസും കൂടെ പറഞ്ഞു കേട്ടോ മനുവിനെ കുറിച്ച്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വേലക്കാരിയുണ്ട്, അവളെ കെട്ടാൻ വേണ്ടി നടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അലീനയുടെ കേസും കൂടെ ഇങ്ങനെ ഗംഗാധരൻ അറിയുകയാണ്. അപ്പോൾ മനു ദേഷ്യപ്പെട്ട് കമലയായിട്ട് ദേഷ്യപ്പെട്ട് ഫുഡ് കഴിക്കാണ്ടൊക്കെ എഴുന്നേറ്റ് പോകുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഹരിയുടെ കാര്യത്തിന് വേണ്ടി മനു ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് കമലയുടെ പരാതി. അപ്പം മനു പറയുന്നുണ്ട്, ഞാനായിട്ട് ഇനി ഒരു കാര്യവും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കമല പറയുന്നുണ്ട്, നീ പോണതൊക്കെ കൊള്ളാം, അതേ കഴിച്ച പാത്രം എടുത്ത് കഴുകി വെച്ചോണമെന്നൊക്കെ മനുവിൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കമല ദേഷ്യപ്പെട്ട് പോവാണ്. അപ്പോൾ ഗംഗാധരനും ശിവശങ്കരനും കൂടെ സംസാരിക്കുകയാണ്. എന്താ മനു അങ്ങനെ ഒരു കാര്യം പറഞ്ഞോ? അപ്പം ശിവശങ്കരൻ പറഞ്ഞു, അവൻ അന്ന് ആ ദേഷ്യത്തിന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന് ഇതിൽ പറഞ്ഞാണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ മനു മേളിൽ നിന്ന് പറയും, അല്ല കേട്ടോ അച്ഛാ, ഞാൻ ശരിക്കും ആലോചിച്ച് തന്നെയാണ് തീരുമാനം എടുത്തത്. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കുക. എന്ന് വെച്ചാൽ അലീനയെ വിവാഹം കഴിക്കുന്നത് ആലോചിച്ച് എടുത്ത ഒരു തീരുമാനം തന്നെയാണ് എന്നുള്ളത് മനു ഗംഗാധരൻ്റെ അടുത്തും ശിവശങ്കരൻ്റെ അടുത്തും പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ സമയം നമ്മുടെ കമലയും അടുക്കളയിൽ നിന്ന് വന്നത് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മനു പറഞ്ഞു, അങ്കിളെ ഞാൻ പോവാണ്, ഞാൻ റൂമിലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗംഗാധരൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ശിവശങ്കരനെയൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട. ശിവശങ്കരൻ പറയും, എനിക്ക് ഇപ്പം തന്നെ ഹരിയുടെ കാര്യം ആലോചിച്ച് തന്നെ എനിക്ക് തല
പുകഞ്ഞ് പൊട്ടുക. അതിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ട് പ്രഷർ കൂട്ടാൻ എനിക്ക് പറ്റില്ല ഗംഗേട്ടാന്ന് പറയുന്നുണ്ട്. നീ സമാധാനപ്പെടുക. നമുക്ക് എന്തായാലും ഹരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം. ബാലചന്ദ്രൻ വഴി നമുക്ക് അലീനയുടെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ശരണ്യയുടെ അടുത്ത് ഇങ്ങനെ പറയാൻ പറ്റുമോ? കാര്യം ശിക്ഷയൊന്നും ഇല്ലാണ്ടായി പോകത്തില്ല. പിന്നെ ആ ശിക്ഷയുടെ കാലാവധിയിൽ ഹരിക്ക് എന്തെങ്കിലും ഇളവ് കിട്ടുമെന്ന് ഇങ്ങനെ നമുക്ക് ശ്രമിച്ച് നോക്കാമെന്ന് ഗംഗാധരൻ ശിവശങ്കരനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഗംഗാധരൻ നേരെ അമ്മയെ കാണാൻ വേണ്ടി റൂമിലോട്ട് പോവാണ്. അപ്പോൾ സൗദാമിനി അമ്മ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഗാധരനെ കാണുമ്പോൾ പെട്ടെന്ന് നീ എപ്പോഴാണ് മോനെ വന്നതെന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി അമ്മയ്ക്ക് കഴിക്കാൻ എന്തോ നട്ട്സോ അങ്ങനെ ഡേറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് നീ എന്തിനാ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇവിടെ ഇരുന്നോട്ടെ, ഇവിടെ ഇരുന്നാലും കമല എടുത്തുകൊണ്ട് പോകും, അതൊക്കെ ഞാൻ കമലയോട് പറഞ്ഞോളാം, അമ്മ കൈയെത്തുന്നിടത്ത് വെച്ചിട്ട് അത് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കുന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയും, ഹരിയുടെ കാര്യം. പിന്നെ നീ പോയ കാര്യമൊക്കെ എന്തായി? അപ്പം ഗംഗാധരൻ പറയും, ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ പഴയകാല കുറച്ച് മിലിറ്ററി ഓഫീസേഴ്സിനെയൊക്കെ ഒന്ന് കണ്ട് പരിചയം പുതുക്കാൻ വേണ്ടി പോയതാണ് അമ്മേ, എല്ലാവരെയും കണ്ടു, സന്തോഷമായിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സൗദാമിനി അമ്മ പറഞ്ഞു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞില്ല? അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അറിഞ്ഞു. ഞാൻ പിന്നെ രാവുണ്ണി അമ്മാവൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ഓരോ വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളും പിന്നെ അവിടുത്തെ അമ്മാവൻ്റെ മോളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് അവൾ ഏതോ ഒരു വർക്ക് ചെയ്യുന്ന തമിഴ് പയ്യനുമായിട്ട് സ്നേഹത്തിലാണെന്ന്, ആ കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ കൂടെ ഇറങ്ങി പോകുമെന്നുള്ള മട്ടിലാണ് അവിടുത്തെ അവസ്ഥയെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗാധരം അമ്മയോട് പറയുന്നുണ്ട്. ആ സമയത്താണ് സൗദാമിനി അമ്മ പറയുന്നത്, ഇവിടുത്തെ വിശേഷം നീ അറിഞ്ഞില്ലേ? നമ്മുടെ മനു അലീനെ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനിയിപ്പോൾ അതെന്താടാ നമ്മൾ ചെയ്യണത്, കുടുംബം നമ്മൾ നോക്കണ്ടേ? അപ്പോഴാണ് ഗംഗാധരൻ പറഞ്ഞത്, അതിനെന്താ അമ്മേ, അവൻ കല്യാണം കഴിക്കുന്നെങ്കിൽ കഴിച്ചോട്ടെ, അലീന നല്ല കുട്ടിയല്ലേ, അവന് മനസ്സിനിണങ്ങി അവന് ചേർന്ന് പൊരുത്തപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ അവൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നോട്ടെ, അതിലെന്താണ് തെറ്റ്? എന്നിട്ട് പറയാം, അമ്മയെ നന്നായിട്ട് നോക്കുകയും ചെയ്യുമല്ലോ അവളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്ന് വരുന്ന എപ്പിസോഡിൻ്റെ ഒരു ഇൻട്രോ ഇതാണ്. അപ്പോൾ ഞാൻ തലേദിവസം പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ഫുൾ വിശേഷം കിട്ടിയപ്പോൾ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ ഇട്ടത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ ഹൈപ്പ് നൽകുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്ന് വരാനിരിക്കുന്ന എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.